ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवम् साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिका कान्ता राधा कान्ता नमोऽस्तुते। तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो ॐ विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഭഗവാന്റെ മഹാകാരുണ്യം കൊണ്ട് നമ്മൾ ശ്രീമദ് ഭാഗവതം പഠിച്ചു വരുന്നു. 8-ാമത്തെ അധ്യായം, പ്രഥമസ്കന്ധം, കുന്തിസ്തുതിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 26-ാമത്തെ ശ്ലോകം കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞിരുന്നു. 27-ാമത്തെ ശ്ലോകം മുതൽ ഇന്ന് നമ്മൾ നോക്കുന്നു. 26-ാമത്തെ ശ്ലോകത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ഭഗവാനെ, അതായത് കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് തടസ്സമായി മാറുന്നു. എന്തൊക്കെയാണ് പറയുന്നത്? ജന്മ ഐശ്വര്യം ശ്രുത ശ്രീഭി. ഇതെല്ലാം സാധാരണഗതിയിൽ ജന്മ ഐശ്വര്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുടുംബത്തിലെ ജന്മം, നല്ല ഐശ്വര്യം, അല്ലെങ്കിൽ എന്താ പറയുക, ശ്രുത വിദ്യാഭ്യാസം, ശ്രീഭി എല്ലാവിധ ഭംഗിയും അല്ലെങ്കിൽ സൗന്ദര്യം, ഇങ്ങനെയുള്ളതെല്ലാം സാധാരണഗതിയിൽ ആളുകൾക്ക് ഉണ്ടെങ്കിൽ അഹങ്കാരം വരാൻ സാധ്യത കൂടുതലാണ്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോവാൻ അല്ലെങ്കിൽ ഭഗവാനെ ശരണം പ്രാപിക്കാനുള്ള
സാധ്യത കുറവാണ്. അതാണ്. എന്നാൽ ഇതെല്ലാം നഷ്ടപ്പെട്ട ഒരാൾക്ക് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും താല്പര്യമില്ലാത്ത ഒരു വ്യക്തിക്ക്, കാര്യം ഇതെല്ലാം ജന്മൈശ്വര്യ, ശ്രുത, ശ്രീബി, ഇതെല്ലാം ഭൗതികമായിട്ടുള്ളതാണ് അല്ലേ. ഇപ്പം നമ്മൾ കാണുന്ന, ഇപ്പോൾ നമ്മൾ നല്ലൊരു കുടുംബത്തിൽ ജനിച്ചു, കാണാൻ നല്ല സൗന്ദര്യമുണ്ട്, ഒരുപാട് ധനമുണ്ട്, നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ കൂടെയുണ്ട് സഹായിക്കാൻ. അതേപോലെ തന്നെ ഒരുപാട് ഫേമസ് ആണ്, എല്ലാവരും നമ്മളെ തിരിച്ചറിയുന്നു. ഇതെല്ലാം പൂർണ്ണമായിട്ടും ഭൗതികമായിട്ടുള്ളതാണ്. ഇതിലൊന്നും കാര്യമില്ല, ഇതൊന്നുമല്ല ഭഗവാൻ നോക്കുന്നതും. എന്നാൽ ഒന്നും ഇല്ലാത്തൊരു വ്യക്തി, എല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് ഭഗവാനെ ശരണം പ്രാപിക്കാൻ എളുപ്പമാണ്. ഈ ഐശ്വര്യമൊക്കെ കൂടുതലാണെങ്കിൽ അതൊരു തടസ്സമായി മാറുന്നു. എന്നാൽ അതിൻ്റെ അർത്ഥം എന്നാൽ നമുക്ക് കാണാം ചില ആളുകൾ ഇതെല്ലാം ഉണ്ടായിട്ടും തീർച്ചയായിട്ടും ഭഗവാനെ സേവിക്കുന്നതും നല്ല ഭക്തരായിട്ടുള്ളവരും ഉണ്ട്. പക്ഷേ കൂടുതൽ ഉണ്ടാവുന്നില്ല, അധികം ഉണ്ടാവില്ല. കാര്യം ഇതെല്ലാം നമ്മുടെ അഹങ്കാരം കൂട്ടാനുള്ള കാര്യങ്ങളാണ്. ഇവിടെ പറയുന്നു അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മത്ത് പിടിക്കുന്ന പോലെ നമ്മൾ അതിൽ പെട്ടുപോകുന്നു. അങ്ങനെയുള്ളവർക്ക് ഭഗവാനെ സമീപിക്കാൻ തോന്നില്ല. കാര്യം എല്ലാം ഉണ്ട്, അവർക്ക് വിഷമങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ എല്ലാം നല്ലതാണെന്ന് വിചാരിച്ച് നടക്കുന്നു. ഇതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ ഓൾറെഡി എത്തി. അതായത് ഒരുപാട് പൈസയുണ്ട്, നല്ല ഫെസിലിറ്റീസ് ഉണ്ട്, ഒരുപാട് ഫേമസ് ആണ്, അപ്പോൾ ഇതെല്ലാമാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് തെറ്റിദ്ധരിക്കുന്നു. അങ്ങനെ ആവുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഭഗവാനെ ഓർക്കുന്നില്ല, ഭഗവാനെ ആരും ശരണം പ്രാപിക്കുന്നില്ല. എന്നാൽ എല്ലാം നഷ്ടപ്പെട്ട ഒരാൾക്ക് വേറൊന്നും ഇല്ല, അവർക്ക് ഭഗവാനെ വിളിക്കുവാനും ഭഗവാന്റെ ശരണം പ്രാപിക്കുവാനും എളുപ്പമാണ്. അപ്പോൾ എങ്ങനെയുള്ള ആളായിരിക്കണം, എങ്ങനെയുള്ളതാണ് നല്ലത്? നമ്മളെ സംബന്ധിച്ച് ജന്മൈശ്വര്യ, ശ്രുതി ഒക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാര്യം അഹങ്കാരം വന്നു പോകും. എന്നാൽ നമുക്ക് കാണാൻ സാധിക്കും, അംബരീഷ് മഹാരാജാവ്, പരീക്ഷിത്ത് മഹാരാജാവ്, യുധിഷ്ഠിര മഹാരാജാവ്, ഇവർക്കൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവരൊക്കെ രാജാവ് തന്നെയായിരുന്നു. കുന്തി മഹാറാണിയുടെ പാണ്ഡവരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ആദ്യം അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിനുശേഷം അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടായിരുന്നു അല്ലേ, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് കിട്ടി. അതേപോലെ പരീക്ഷിത്ത് മഹാരാജാവിനെ നോക്കിയാലും അംബരീഷ് മഹാരാജാവിനെ നോക്കിയാലും അവർക്കൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും അവർ ശുദ്ധഭക്തർ തന്നെയായിരുന്നു, അതിൽ നിന്നൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അതാണ് വ്യത്യാസം. എന്നാൽ ഇതെല്ലാം ഉണ്ടാവുമ്പോൾ എങ്ങനെയാവും? രാവണനെ പോലെയും ഹിരണ്യകശിപുവിനെ പോലെയാവും. അതായത് എല്ലാ ശക്തിയും, എല്ലാ എല്ലാ പൈസയാണെങ്കിൽ പൈസ, ആളുകളാണെങ്കിൽ നമുക്ക് എല്ലാ സഹായത്തിനും ഉണ്ട്. ഇങ്ങനെയുള്ളതെല്ലാം കൂടുതലാവുമ്പോൾ എന്താ പറ്റുന്നു? സാധാരണഗതിയിൽ ഭഗവാനിൽ നിന്ന് അകന്നു പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പോൾ കുന്തി മഹാറാണി പറയുന്നു, എനിക്ക് അതല്ല, കുന്തി മഹാറാണി പറയുന്നു ഭഗവാനെ സമീപിക്കാൻ എളുപ്പം എന്താണെന്നുള്ളത്. പൂർണ്ണമായിട്ടും എല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് സുഖമാണ് ഭഗവാനെ അപ്രോച്ച് ചെയ്യാൻ. കാര്യം വേറെ ഒന്നുമില്ല ജീവിതത്തിൽ. കാര്യം എന്താണ്? വേറെ അങ്ങോട്ട് തിരിയണോ ഇങ്ങോട്ട് തിരിയണോ എന്നറിയില്ല, എന്താണ് ശരിയെന്ന് അറിയുന്നില്ല. കാര്യം ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റാത്ത അങ്ങനത്തെ ഒരു അവസ്ഥയില്ല. അതായത് നിസ്സഹായ അവസ്ഥയാണ് ഉദ്ദേശിച്ചത്. ശരിയും തെറ്റും തിരിച്ചറിയാന്ന് ഉദ്ദേശിക്കുന്നത് നല്ലത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല എന്നല്ല ഉദ്ദേശിച്ചത്. നിസ്സഹായ അവസ്ഥ വരുമ്പോൾ ഒരുപക്ഷെ നമ്മൾ എന്താണ് എന്നുള്ളൊരു അറിവ് നമുക്ക് ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ആ സമയത്ത് പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിച്ചു പോകുന്നു. അങ്ങനെ ആശ്രയിക്കുന്നവർക്ക് ഭഗവാനെ കിട്ടുകയും ചെയ്യുന്നു. അതാണ് സംഭവിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. 27-ാമത്തെ ശ്ലോകം ഭാവാർത്ഥം കുറച്ച് വലുതാണ്, നമുക്ക് പതുക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. നമോ കിഞ്ചന വിത്തായ നിവൃത്ത ഗുണവൃത്തയേ ആത്മാ രാമായ ശാന്തായ കൈവല്യപതയേ നമഃ. നമോ കിഞ്ചന വിത്തായ നിവൃത്ത ഗുണവൃത്തയേ
ആത്മാരാമായ ശാന്തായ കൈവല്യപതയേ നമഃ. നമോ കിഞ്ചന വിത്തായ നിവൃത്ത ഗുണവൃത്തയേ. ആത്മാരാമായ ശാന്തായ കൈവല്യപതയേ നമഃ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ കിംചന വിത്തായ നിവൃത്ത ഗുണവൃത്തയേ. ആത്മാരാമായ ശാന്തായ കൈവല്യപതയേ നമഃ. വിവർത്തനം. By His Divine Grace, Abhay Charanarvinda Bhakti Vedanta Swami Srila Prabhupada ki jai. ഭൗതികമായി ദരിദ്രരായവരുടെ സമ്പത്തായ അങ്ങേക്ക് എന്റെ പ്രണാമങ്ങൾ സമർപ്പിക്കുന്നു. ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളുടെ പ്രതിപ്രവർത്തനങ്ങൾ അങ്ങയെ ബാധിക്കുന്നില്ല. അങ്ങ് സ്വയം സംതൃപ്തനാകയാൽ അതീവ സൗമ്യനും ഏകാത്വവാദികളുടെ അധിപനുമാകുന്നു. ഭാവാർത്ഥം. യാതൊന്നും തന്നെ സ്വന്തമായി ഇല്ലാതാകുന്നയുടൻ ഒരു ജീവസത്തയുടെ നിലനിൽപ്പ് അവസാനിക്കുന്നു. ആകയാൽ ശരിയായ അർത്ഥത്തിൽ ഒരു ജീവസത്തയ്ക്ക് ഒരു പരിത്യാഗിയാകാൻ കഴിയില്ല. അധികതരമായി മൂല്യമുള്ള ഒന്നിനെ സ്വായത്തമാക്കാനായി ജീവസത്ത ചിലതിനെയൊക്കെ പരിത്യജിക്കുന്നു. നല്ല വിദ്യാഭ്യാസം പ്രാപ്തമാക്കാനായി ഒരു വിദ്യാർത്ഥി ബാലസഹജമായ വാസനകളെ പരിത്യജിക്കുന്നു. മെച്ചപ്പെട്ട ജോലിക്ക് വേണ്ടി ഒരു തൊഴിലാളി തന്റെ നിലവിലെ ജോലി ഉപേക്ഷിക്കുന്നു. അതുപോലെ ഒരു ഭക്തൻ ഭൗതിക ലോകത്തെ പരിത്യജിക്കുന്നത് വെറുതെയല്ല, ആത്മീയ മൂല്യത്തിൽ മികച്ച വാസ്തവികമായ മറ്റൊന്നിനു വേണ്ടിയാണ്. ശ്രീല രൂപഗോസ്വാമിയും സനാതന ഗോസ്വാമിയും ശ്രീ രഘുനാഥ ദാസ ഗോസ്വാമിയും മറ്റുള്ളവരും ലൗകികമായ പ്രതാപവും സമൃദ്ധിയുമെല്ലാം ഭഗവത് സേവനത്തിനായി ഉപേക്ഷിച്ചു. ലൗകികാർത്ഥത്തിൽ അവരൊക്കെ പ്രമുഖ വ്യക്തികളായിരുന്നു. രൂപ സനാതന ഗോസ്വാമിമാർ ബംഗാളിൽ സർക്കാർ സേവനത്തിലുള്ള മന്ത്രിമാരായിരുന്നു. ശ്രീ രഘുനാഥ ദാസ ഗോസ്വാമി അക്കാലത്തെ പ്രമുഖ ജമീന്ദാറിന്റെ പുത്രനായിരുന്നു. എന്നാൽ മുമ്പ് കൈവശമുണ്ടായിരുന്നതിനേക്കാൾ അധികം മെച്ചപ്പെട്ട ഒന്നിനെ സ്വായത്തമാക്കാനായി അവർ സർവസ്വവും പരിത്യജിച്ചു. ഭക്തർ സാധാരണയായി ഭൗതിക സമൃദ്ധി ഇല്ലാത്തവരാകുന്നു. എന്നാൽ അവർക്ക് ഭഗവത് ചരണ കമലങ്ങളാകുന്ന അതീവ രഹസ്യമായ നിധി സംഭരണമുണ്ട്. ശ്രീല സനാതന ഗോസ്വാമിയെ കുറിച്ച് ഹൃദ്യമായ ഒരു കഥയുണ്ട്. അദ്ദേഹത്തിന്റെ പക്കൽ ഒരു ചിന്താമണി കല്ലുണ്ടായിരുന്നു. ഈ രത്നം അദ്ദേഹം ഒരു ചവറുകൂനയിലാണ് നിക്ഷേപിച്ചിരുന്നത്. ആവശ്യക്കാരനായ ഒരാൾ അതെടുക്കുകയും പിന്നീട് എന്തുകൊണ്ട് അത്തരം മൂല്യമായ ഒന്നിനെ ചവറുകൂനയിൽ നിക്ഷേപിച്ചിരിക്കുന്നുവെന്ന് ചിന്തിച്ച് അത്ഭുതപ്പെടുകയും ചെയ്തു. ആകയാൽ അദ്ദേഹം സനാതന ഗോസ്വാമിയോട് ഏറ്റവും വിലപ്പെട്ട വസ്തു വേണമെന്ന് ആരാഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭഗവാന്റെ ദിവ്യനാമം നൽകപ്പെട്ടു. അഗംചന എന്ന പദത്തിന് ഭൗതികമായ യാതൊന്നും പ്രദാനം ചെയ്യാനില്ലാത്തവൻ എന്ന് അർത്ഥമാക്കുന്നു. ഒരു യഥാർത്ഥ ഭക്തൻ അഥവാ മഹാത്മാവ് ഭൗതികമായ യാതൊന്നും തന്നെ ആർക്കും നൽകുന്നില്ല. എന്തെന്നാൽ അദ്ദേഹം ഭൗതികങ്ങളായ സർവ്വ സ്വത്തുക്കളും നേരത്തെ തന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞു. എന്നാൽ സർവോന്നത സമ്പത്തായ പരമദിവ്യോത്തമ പുരുഷനെ പ്രദാനം ചെയ്യാൻ ഒരു ഭക്തന് കഴിയും. കാരണം അദ്ദേഹം മാത്രമാണ് ഒരു യഥാർത്ഥ ഭക്തന്റെ സ്വത്ത്. ചവറുകൂനയിൽ എറിയപ്പെട്ടിരുന്ന സനാതന ഗോസ്വാമിയുടെ ചിന്താമണിക്കല്ല് അദ്ദേഹത്തിന്റെ സ്വത്തായിരുന്നില്ല. അല്ലാത്ത പക്ഷം അതിനെ അങ്ങനെയൊരു സ്ഥലത്ത് വയ്ക്കുമായിരുന്നില്ല. ഭൗതിക അഭിലാഷങ്ങളും ആത്മീയ പുരോഗതിയും രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് ഒരു നവഭക്തനെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ സവിശേഷ ദൃഷ്ടാന്തം നൽകിയിരിക്കുന്നത്. സർവ്വതിനെയും ഭഗവാനുമായി ബന്ധപ്പെടുത്തി ആത്മീയമായി കാണാൻ കഴിയാത്ത പക്ഷം ഒരാൾ ജഡത്തെയും ചേതനത്തെയും വേർതിരിച്ചറിയണം. ശ്രീല സനാതന ഗോസ്വാമിയെ പോലുള്ള ആത്മീയ ഗുരുക്കന്മാർക്ക് സർവ്വതിനെയും ആത്മീയമായി ദർശിക്കുവാൻ സാധിക്കുമെങ്കിലും നമുക്ക് അത്തരം ആത്മീയ ദൃഷ്ടി ഇല്ലാത്തതിനാൽ നമുക്ക് വേണ്ടി മാത്രമാണ് ഈ ദൃഷ്ടാന്തം നൽകിയത്. ഭൗതിക വീക്ഷണം അഥവാ ഭൗതിക സംസ്കാര പുരോഗതി ആത്മീയ പുരോഗതിക്ക് വലിയ പ്രതിബന്ധമാകുന്നു. അത്തരം ഭൗതിക പുരോഗതി ജീവസത്തകളെ ഭൗതിക ശരീരമെന്ന ബന്ധനത്തിൽ അകപ്പെടുത്തുന്നു. ഇതിനെ തുടർന്ന് എല്ലാവിധ ഭൗതിക ക്ലേശങ്ങളും ഉണ്ടാകുന്നു. ഇത്തരം ഭൗതിക പുരോഗതിയെ അനർത്ഥം അഥവാ അനാവശ്യ കാര്യങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇത് വാസ്തവമാണ്. ഇന്നത്തെ ഭൗതിക വികസന പശ്ചാത്തലത്തിൽ ഒരാൾ ഉയർന്ന വിലയ്ക്ക് ലിപ്സ്റ്റിക് വാങ്ങി ഉപയോഗിക്കുന്നു. ഇതേപോലെ ഭൗതിക ജീവിത സങ്കല്പത്തിന്റെ ഉൽപ്പന്നങ്ങളായ നിരവധി അനാവശ്യ വസ്തുക്കളുണ്ട്. അപ്രകാരം അനേകം അനാവശ്യ വസ്തുക്കളിൽ ശ്രദ്ധ തിരിക്കുകയാൽ മാനവ ജീവിതത്തിന്റെ പരമപ്രധാനാവശ്യമായ ആത്മീയ സാക്ഷാത്കാരം പ്രാപ്തമാക്കാതെ മാനവശക്തി പാഴാക്കുന്നു. ഊർജം പാഴാകുന്നതിന്റെ മറ്റൊരു ദൃഷ്ടാന്തം ചന്ദ്രനിൽ എത്തിച്ചേരാനുള്ള മനുഷ്യന്റെ പരിശ്രമമാകുന്നു. ചന്ദ്രനിൽ എത്തിച്ചേരുന്നുവെങ്കിൽ തന്നെയും ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല. ഫലത്തിൽ യാതൊരു ഭൗതിക സ്വത്തുക്കളും ഭഗവത് ഭക്തർക്കില്ലാത്തതിനാൽ അവരെ
അകിഞ്ചന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നു. അത്തരം ഭൗതിക സ്വത്തുക്കളെല്ലാം തന്നെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ ഉൽപ്പന്നങ്ങളാണ്. അവ ആത്മീയ ശക്തിയെ പാഴാക്കുന്നു. ആകയാൽ ഭൗതിക പ്രകൃതിയുടെ അത്തരം ഉൽപ്പന്നങ്ങൾ നാം എത്രത്തോളം കുറച്ച് ഉടമസ്ഥതയിൽ വയ്ക്കുന്നുവോ അത്രത്തോളം അധികതരമായി ആത്മീയ പുരോഗതിക്കുള്ള ഒരു നല്ല അവസരം നമുക്കുണ്ട്. പരമദിവ്യത്വം പുരുഷനായ ഭഗവാനെ ഭൗതിക കർമ്മങ്ങളുമായി നേരിട്ട് ഒരു ബന്ധവുമില്ല. ഭഗവാന്റെ സർവ്വകർമ്മങ്ങളും ലീലകളും ഭൗതിക ലോകത്തിൽ പ്രദർശിപ്പിച്ചവയെങ്കിൽ തന്നെയും ആത്മീയമായവയാണ്. അപ്രകാരം അവയെല്ലാം ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളാൽ ബാധിതമല്ല. ഭഗവത്ഗീതയിൽ ഭഗവാൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു: അദ്ദേഹത്തിന്റെ സർവ്വകർമ്മങ്ങളും ഈ ഭൗതിക ലോകത്തിൽ അദ്ദേഹത്തിന്റെ ആവിർഭാവവും തിരോഭാവവും പോലും അതീന്ദ്രിയങ്ങളാണ്. ഇത് ശരിക്കും മനസ്സിലാക്കുന്ന ഒരുവൻ ഈ ഭൗതിക ലോകത്തിൽ വീണ്ടും ജന്മമെടുക്കുന്നില്ല, ഭഗവത് ധാമിലേക്ക് മടങ്ങി ചെല്ലുന്നു. ഭൗതിക രോഗാവസ്ഥയ്ക്ക് ഹേതു ഭൗതിക പ്രകൃതിക്കുമേലുള്ള അഭിനിവേശവും ആധിപത്യവുമാകുന്നു. ഈ അഭിനിവേശം ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ പരസ്പര പ്രവർത്തന ഫലമായി ഉണ്ടാകുന്നവയാണ്. അത്തരം വിദ്യാസ്വാദനത്തിൽ ഭഗവാനോ ഭഗവത് ഭക്തർക്കോ ആസക്തിയില്ല. ആകയാൽ ഭഗവാനെയും ഭക്തരെയും നിവൃത്ത ഗുണ വൃത്തി എന്ന് വിശേഷിപ്പിക്കുന്നു. ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളാൽ ഒരിക്കലും ആകർഷിതനാകാത്തതിനാൽ ഉത്തമ നിവൃത്ത ഗുണവൃത്തി പരമപുരുഷനായ ഭഗവാനാകുന്നു. അതേസമയം ജീവസത്തകൾക്ക് അത്തരം പ്രവണതയുണ്ട്. അവരിൽ ചിലർ ഭൗതിക പ്രകൃതിയുടെ മായിക ആകർഷണത്തിന്റെ കെണിയിൽ അകപ്പെടുന്നു. പരസ്പര പൂരകമായി ഭഗവാൻ ഭക്തരുടെയും ഭക്തർ ഭഗവാന്റെയും സ്വത്താകുന്നു. ആകയാൽ ഭക്തർ നിശ്ചയമായും ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങൾക്ക് അതീന്ദ്രിയരാണ്. സ്വാഭാവികമായ നിർണയമാണത്. അല്ലെങ്കിൽ ഔത്സുക്യമോ ഊഹാപോഹമോ കാരണമോ ക്ലേശങ്ങളുടെയോ ദാരിദ്ര്യത്തിന്റെയോ പ്രശമനത്തിനോ ഭഗവാനെ സമീപിക്കുന്ന മിശ്ര ഭക്തരിൽ നിന്നും തികച്ചും വിഭിന്നരാണ് അത്തരം കലർപ്പറ്റ ശുദ്ധഭക്തർ. ശുദ്ധഭക്തരും ഭഗവാനും പരസ്പരം അതീന്ദ്രിയമായ സ്നേഹബദ്ധരാണ്. മറ്റുള്ളവരോട് ഭഗവാനെ പ്രതിപ്രവർത്തനം ചെയ്യേണ്ടതായി യാതൊന്നും ഇല്ലാത്തതിനാൽ അദ്ദേഹത്തെ ആത്മരാമ അഥവാ സ്വയം സംതൃപ്തൻ എന്ന് വിശേഷിപ്പിക്കുന്നു. സ്വയം സംതൃപ്തനാകിയാൽ അദ്ദേഹം ഭഗവത് അസ്തിത്വത്തിൽ സംലയിക്കുവാൻ കാക്ഷിക്കുന്ന എല്ലാ ഏകാത്മവാദികളുടെയും യജമാനനാകുന്നു. അത്തരം ഏകാത്മവാദികൾ ബ്രഹ്മജ്യോതി എന്നറിയപ്പെടുന്ന ഭഗവാന്റെ സ്വകീയമായ തേജസ്സിനുള്ളിൽ സംലയിക്കുന്നു. എന്നാൽ ഭക്തർ ഭഗവാന്റെ അതീന്ദ്രിയ ലീലകളിൽ പ്രവേശിക്കുന്നു. ആ ലീലകളെ ഒരിക്കലും ഭൗതികമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. മനോഹരമായിട്ടുള്ള ശ്ലോകം, അതിമനോഹരമായിട്ടുള്ള ഭാവാർത്ഥം ശിലപ്രഭാത് തന്നിരിക്കുന്നു. നമോ കിഞ്ചന വിത്തായ. അകിഞ്ചന വിത്തായ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ശ്ലോകത്തിലും അകിഞ്ചന വന്നിരുന്നു. അകിഞ്ചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അത് ഭൗതികമായിട്ടുള്ള ഒന്നുമില്ലാത്ത വ്യക്തി, അല്ലെങ്കിൽ അതായത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അതിനോടൊരു താല്പര്യമില്ലാത്ത, ഇല്ലാന്ന് മാത്രമല്ല, അതായത് പാവപ്പെട്ട ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാം ലോകത്ത്, അല്ലേ? പാവപ്പെട്ട ആളുകൾ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തവരെ കാണാം. അപ്പോൾ അവരെ നമ്മൾ അകിഞ്ചൻ എന്ന് പറയുമ്പോൾ ശരിയാണ്, ഭൗതികമായിട്ടുള്ള ഒന്നും അവർക്കില്ല. പക്ഷേ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളോടുള്ള താല്പര്യം കുറഞ്ഞിട്ടുണ്ടോ അവർക്ക്? അതുണ്ടാവില്ല, അല്ലേ? അവർക്ക് ആഗ്രഹം ഉണ്ടാവും കുറേ പൈസ വേണമെന്നുള്ളത്. അകിഞ്ചന എന്നുള്ള ശരിയായിട്ടുള്ള അർത്ഥം വരുന്നത് പുറമേ മാത്രമല്ല, അകത്തും. അതായത് ഭൗതികമായിട്ടുള്ള ഒന്നിനോടും അട്രാക്ഷൻ ഇല്ലാത്തത്, അല്ലെങ്കിൽ താല്പര്യമില്ലാത്തവർ, അങ്ങനെയുള്ളവർ അകിഞ്ചന വിത്തായ എന്ന് പറയുന്നു. നിവൃത്ത ഗുണവൃത്തയെ ആത്മാരാമായ ശാന്തായ കൈവല്യ പതയെ നമഃ. നിവൃത്ത ഗുണവൃത്തയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ, അതായത് ഭൗതിക ഗുണങ്ങളിലൊന്നും പെടാത്ത, ഭൗതികമായിട്ടുള്ള എൻജോയ്മെൻറ്റിനോട് താല്പര്യമില്ലാത്തവർ, അങ്ങനെയുള്ളവർ, അല്ലെങ്കിൽ ഈ ഭൗതിക ലോകത്തിലെ ത്രിഗുണങ്ങളെ ബാധിക്കാത്തവർ. ഇപ്പം നിവൃത്തവിത്തായ ശീലപ്രഭുപാജി ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. നിവൃത്തായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തയെ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭഗവാനെയും ഭക്തരെയുമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. നമ്മളത് കാണും. ആത്മാരാമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആത്മാരാം എന്ന് പറഞ്ഞാൽ എന്താണ്? സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള, അതായത് വേറെ ഒന്നും, ഭഗവാനെ കുറിച്ചാണ് പറയുന്നത്. ഭഗവാനാണ് ആത്മാറാം. അദ്ദേഹം പൂർണ്ണമായിട്ടും എപ്പോഴും അദ്ദേഹം സംതൃപ്തി നേടിയിരിക്കുന്ന അവസ്ഥയാണ്. അദ്ദേഹത്തിന് ഒന്നും ആവശ്യമില്ല, അല്ലേ?
അദ്ദേഹത്തിനായിട്ട് ഒന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല, കാര്യം എല്ലാം അദ്ദേഹത്തിൻ്റെതാണ്. ശാന്തായ എന്ന് പറഞ്ഞാൽ എന്താണ്? ശാന്തമായിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഭഗവാന്റെ ഗുണങ്ങളാണ്. ആത്മാരാമ, ശാന്തായ. പിന്നെന്താണ് പറയുന്നത്? അടുത്ത വാക്ക് വരുന്നത് കൈവല്യ പതയെ. ഭഗവാൻ ഭക്തരെ ഭക്തരെ സഹായിക്കുന്നു. അതായത് മുക്തി നേടാൻ ആഗ്രഹമുള്ളവർ, അങ്ങനെയുള്ളവരെ ഭഗവാൻ സഹായിക്കുന്നു. അതാണ് കൈവല്യ പതയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ മുക്തി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭഗവാൻ വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, അകിഞ്ചന ഭക്തരോട് ഭഗവാൻ എങ്ങനെയാണ് ഭഗവാൻ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മളിവിടെ കാണുന്നത്. അകിഞ്ചന ഭക്തരും അതേപോലെ തന്നെ വേറെ ആരെക്കുറിച്ചാണ് പറയുന്നത്? കൈവല്യ പതയെ. കൈവല്യം എന്നുദ്ദേശിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ മുക്തി എന്ന് പറയും. പക്ഷേ ഒരു പ്രശ്നം എവിടെ ഇരിക്കുന്നു എന്ന് വെച്ചാൽ, ഈ കൈവല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഈ നിരാകാരവാദികൾ അല്ലെങ്കിൽ ബ്രഹ്മവാദികൾ അവരൊക്കെ ഭഗവാന്റെ ബ്രഹ്മജ്യോതിയിൽ ലയിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ഒരു കാര്യമാണ്, അങ്ങനെയുള്ള ഒരു മുക്തിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവർക്ക് നമ്മളെപ്പോലെ, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ ഭഗവാന്റെ ധാമത്തിലേക്ക് പോയി അവിടെ ഭഗവാനെ സേവിക്കണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല. അവരെ സംബന്ധിച്ച് ഭൗതികമായിട്ടുള്ള എല്ലാവിധ അറ്റാച്ച്മെൻറ്റിൽ നിന്നും പുറത്തു വരണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ബ്രഹ്മജ്യോതിയിലേക്ക് ലയിച്ച് അങ്ങനെ ഒന്നും ചെയ്യാതെ ഇരിക്കുക, പ്രത്യേകിച്ച് ഒന്നുമില്ല. ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണുള്ളത്? ഒരു ഐഡൻറ്റിറ്റി ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും അല്ലേ. ഇന്ന് നമ്മുടെ ഉപാസന അങ്ങനെയല്ല. നമുക്ക് ഐഡൻറ്റിറ്റി ഉണ്ട്, ഭഗവാൻ ഐഡൻറ്റിറ്റി ഉണ്ട്, നമുക്കും ഐഡൻറ്റിറ്റി ഉണ്ട്. നമ്മൾ രണ്ട് വ്യക്തികളാണ്. മമൈമാംശോ ജീവലോകെ ജീവഭൂത സനാതന. ഭഗവാന്റെ അംശമാണ് നമ്മൾ. ഇപ്പോൾ അംശമായിട്ടുള്ള നമ്മൾ പൂർണ്ണമായിട്ടുള്ള ഭഗവാനെ സേവിക്കുന്നു. ആ ഒരു ഭാവമാണ് നമുക്കുള്ളത്. എന്നാൽ രണ്ട് തരത്തിൽ, അതായത് ഭഗവാനെ ആഗ്രഹിക്കുന്നവർ, ഭഗവത് സേവനങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അത് ഭഗവാൻ കൊടുക്കുന്നു. ഇനി കൈവല്യമാണ്, മുക്തിയാണ്, ബ്രഹ്മജ്യോതിയിലേക്ക് ലയിക്കാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ആഗ്രഹം എന്താണോ അത് ഭഗവാൻ നടത്തുന്നു. അതാണ് യേ യഥാമാം പ്രപത്യന്തേ താം സദൈവ ഭജാമ്യഹം. എല്ലാം അങ്ങനെയാണ്. അപ്പോൾ ഒരു നിരീശ്വരവാദി ഭഗവാനെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? ഭഗവാൻ ഇല്ല എന്ന് അവർ തറപ്പിച്ച് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഭഗവാൻ ഇല്ല എന്ന് തോന്നുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ സഹായിക്കുന്നുണ്ട്. കാര്യം അവർക്ക് ആഗ്രഹം അതാണ്. അപ്പോൾ അവരുടെ ആഗ്രഹം എന്താണോ അത് നടത്തി കൊടുക്കുന്നു. കാര്യം നല്ലത് പറഞ്ഞു കൊടുത്താൽ അവരുടെ തലയിൽ കയറാത്തൊരവസ്ഥ വരുമ്പോൾ അവരെന്താണോ ആഗ്രഹിക്കുന്നത് അത് നടത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഭഗവാൻ. ഇന്നല്ലെങ്കിൽ നാളെ ഇവർ തിരിച്ചു വരും എന്ന് ഭഗവാൻ അറിയാം, തിരിച്ചറിയുമെന്ന് മനസ്സിലാക്കുന്നു. അതിന് വേണ്ട സാഹചര്യങ്ങളും ഒരുക്കി കുറിക്കുന്നു. ചിലവരൊക്കെ ആ സാഹചര്യം കിട്ടുമ്പോൾ നല്ല രീതിയിൽ മാറ്റങ്ങൾ അവർ കൊണ്ടുവരുന്നു. ചിലവർ അങ്ങനെയൊന്നും ആഗ്രഹിക്കാതെ അതേപോലെ തന്നെ മുന്നോട്ട് പോകുന്നു. അങ്ങനെയുള്ളവർക്ക് സമയം കൂടുതലെടുക്കും. അതാണ് പറയുന്നത്, ഇപ്പോൾ കളവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് കളവ് ചെയ്യണമെങ്കിലും ഭഗവാന്റെ സഹായം വേണമെന്നുള്ളത്. ഭഗവാന്റെ സഹായമില്ലാതെ അതും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതെന്തിനു ചെയ്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അതാണ് വേണ്ടത്, ആ വ്യക്തിയുടെ ആഗ്രഹം അതാണ്. പിന്നെന്ത് ചെയ്യും? അപ്പോൾ ചെയ്യരുത്, തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പല രീതിയിലൂടെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവർക്കത് കേൾക്കാൻ തയ്യാറല്ല. അങ്ങനെയുള്ളപ്പോൾ ഭഗവാൻ ഓക്കെ എന്ന് പറയുകയാണ്. കാര്യം അത് നിന്റെ ആഗ്രഹമാണെങ്കിൽ നടക്കട്ടെ, പക്ഷേ അതിൻ്റെ കോൺസിക്വൻസ് നീ തന്നെ അനുഭവിക്കേണ്ടി വരും, നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അതങ്ങനെയാണ് അല്ലേ. തെറ്റുകൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ഇവിടെ ഭാവാർത്ഥത്തിൽ ശിലപ്രഭാജി പറയുന്നു, അതായത് വളരെ മനോഹരമായിട്ടുള്ള ഉദാഹരണമാണ് ഇവിടെ പറയുന്നത്. ശില രൂപ ഗോസ്വാമിയുടെയും ശില സനാതൻ ഗോസ്വാമിയുടെയും ശില രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെയും കാര്യം. അവരെല്ലാവരും എല്ലാം ഉണ്ടായിരുന്നവരാണ്. അതായത് സർവ ഐശ്വര്യങ്ങളും കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ വായിച്ച പോലെ നല്ല ജന്മം, അതായത് സാരസ്വത ബ്രാഹ്മണ കുടുംബത്തിലാണ് ശില രൂപ ഗോസ്വാമിയും സനാതൻ ഗോസ്വാമിയും ജനിച്ചിട്ടുള്ളത്. അതേപോലെ ശില രഘുനാഥ് ദാസ് ഗോസ്വാമി ആണെങ്കിൽ വലിയൊരു സമീന്ദാറിൻ്റെ, ആ രാജ്യത്തെ ഏറ്റവും വലിയ സമീന്ദാറിൻ്റെ മകനായിട്ടാണ് ശില രഘുനാഥ് ദാസ് ഗോസ്വാമി ജനിച്ചിട്ടുള്ളത്. അപ്പോൾ ജന്മം നല്ലതാണ്,
ഐശ്വര്യം, ഒരുപാട് പൈസയും എല്ലാം ഉണ്ട് അവർക്ക്. കാണാനും നല്ലതാണ് അവരെല്ലാവരും. അപ്പോൾ അവർക്ക് ഒന്നിൻ്റെയും ഒരു കുറവുണ്ടായിരുന്നില്ല. വീട്ടിൽ ഒരുപാട് സൗകര്യങ്ങളും പ്രത്യേകിച്ചും ശീല രഘുനാഥദാസ് ഗോസ്വാമിയുടെ കാര്യം. ശീല രഘുനാഥദാസ് ഗോസ്വാമി പറയുകയാണെങ്കിൽ അദ്ദേഹം എന്താ പറയുക, നമ്മൾ പറയില്ലേ ഇംഗ്ലീഷിലൊരു ചൊല്ലില്ലേ, ബോൺ വിത്ത് ദ സിൽവർ സ്പൂൺ. സിൽവർ സ്പൂൺ അല്ല, ഗോൾഡ് സ്പൂൺ. ശീല രഘുനാഥദാസ് ഗോസ്വാമി അത്രയും ധനികനായിരുന്നു. ചൈതന്യ ചരിതാമൃതത്തിൽ അത് പറയുന്നുണ്ട്, എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു വർഷം അദ്ദേഹത്തിൻ്റെ അച്ഛൻ സമ്പാദിച്ചിരുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അന്നത്തെ ലക്ഷക്കണക്കിന് സ്വർണ്ണ നാണയങ്ങളാണ്. അന്നത്തെ, ഇപ്പോൾ അത് പറയാൻ സാധിക്കില്ല എത്ര കോടിയായിരിക്കും എന്നുള്ളത്. അത്രയും ധനികനായിരുന്നു ശീല രഘുനാഥദാസ് ഗോസ്വാമി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും, അച്ഛനും അദ്ദേഹത്തിൻ്റെ അങ്കിളും എല്ലാവരും ധനികരായിരുന്നു. ശീല രൂപ ഗോസ്വാമിയും സനാതൻ ഗോസ്വാമിയും അവർ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചവരാണ്. അതിനുശേഷം അവർ ബംഗാളിൽ പോകുന്നു. അവരുടെ ഒരുപാട് ജനറേഷൻ മുമ്പ് അവർ ബംഗാളിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ശരിക്കും പറയുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യൻ കർണാടകയിലുള്ള ബ്രാഹ്മണരാണ് അവർ. പക്ഷേ ഒരുപാട് ജനറേഷൻ മുമ്പ് അവർ ബംഗാളിലേക്ക് സെറ്റിൽ ആവുന്നു. ആ സമയത്ത് അവിടെ ഇവർ രണ്ടുപേരും വളരെ വലിയ പണ്ഡിതരായിരുന്നു അവർ. അതായത് എല്ലാം അറിയാമായിരുന്നു അവർക്ക്. സംസ്കൃതം, പിന്നെ ഒരുപാട് ഭാഷകൾ അറിയാമായിരുന്നു, ഒരുപാട് അറിവുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഭക്തിയുടെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല, ഒരുപാട് കഴിവുകളുണ്ടായിരുന്നു. എല്ലാം തികഞ്ഞവരായിരുന്നു ശീല രൂപ ഗോസ്വാമിയും സനാതൻ ഗോസ്വാമിയും. ശീല സനാതൻ ഗോസ്വാമി ജ്യേഷ്ഠനും ശീല രൂപ ഗോസ്വാമി അനുജനും. ശീല സനാതൻ ഗോസ്വാമി അദ്ദേഹത്തിൻ്റെ പേര് ആദ്യം സന്തോഷ് എന്നായിരുന്നു. രൂപ ഗോസ്വാമിയുടെ പേര് അമർ. ഇവർ രണ്ടുപേരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറുപ്പമായിരുന്നു. അപ്പോൾ അവിടെ ബംഗാളിൽ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇവരുടെ കഴിവ് കണ്ടിട്ട്, കാണാൻ നല്ലതാണ്, എല്ലാവരോടും പെരുമാറാൻ നല്ലതാണ്, ഒരുപാട് കഴിവുണ്ട്, ഒരുപാട് പാണ്ഡിത്യമുണ്ട്. അപ്പം ഇതെല്ലാം കണ്ടിട്ട് അവിടെയുള്ള നവാബ് ഹുസൈൻ, ആ സമയത്ത് മുസ്ലിം ഭരണമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, നവാബ് ഹുസൈൻ ഷാ അവിടുത്തെ രാജ്യം ഭരിച്ചിരുന്ന അദ്ദേഹം ഇതുപോലെ ഒരിക്കൽ പല സ്ഥലങ്ങളിലും അറ്റാക്ക് ചെയ്യാൻ പോവും, അല്ലെങ്കിൽ പലതും എന്താ പറയുക വെട്ടിപ്പിടിക്കാൻ വേണ്ടി പോവും. അങ്ങനെ ഒരിക്കൽ ഇവരിരിക്കുന്ന ഗ്രാമത്തിലേക്ക് പോവാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നവാബ് ഹുസൈൻ ഷാ ഒരുപാട് അദ്ദേഹത്തിൻ്റെ സേവകരെ വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെല്ലായിടത്തും കയറി എല്ലാവരെയും ഉപദ്രവിക്കുന്നു, സ്ത്രീകളെയും ചിലപ്പോൾ ഉപദ്രവിക്കും, അവിടെയുള്ള പൈസയെല്ലാം എടുക്കുന്നു. അങ്ങനെ വല്ലാത്ത ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും ചെയ്തുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ചും ഹിന്ദു സമുദായത്തിന് ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇവർക്കെല്ലാവർക്കും ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ആ പ്രാവശ്യം നവാബ് ഹുസൈൻ ഷാ വിടുന്നത് ഒരിക്കൽ ശീല രൂപ ഗോസ്വാമി, സനാതൻ ഗോസ്വാമി, അമർ, സന്തോഷ് അവരുടെ ഗ്രാമത്തിലേക്കാണ്. അവർ ഈ പറഞ്ഞ പോലെ നവാബിൻ്റെ സേവകർ എല്ലായിടത്തും കയറി അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഇവർ രണ്ടുപേർക്കും മനസ്സിലായി ഇത് പ്രശ്നമാണ്, ഗ്രാമവാസികൾ എല്ലാവരും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ സന്തോഷും അമറും പുറത്തു വന്ന് അവർ വളരെ മാന്യമായിട്ട് ഈ വന്ന ആളുകളോട്, നവാബ് ഹുസൈൻ ഷായുടെ സേവകരോട് വളരെ മാന്യമായിട്ട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവരുടെ സംസാരത്തിൽ തന്നെ അവർക്കും ഒരു അട്രാക്ഷൻ തോന്നുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ പറയാണ്, നിങ്ങൾക്ക് വേണ്ടതെല്ലാം നമ്മൾ ചെയ്തു തരുന്നതാണ്, നിങ്ങൾ ഇങ്ങനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്, നിങ്ങൾക്ക് എന്താ വേണ്ടത് അതൊക്കെ നമ്മൾ ചെയ്തു തരാം, നിങ്ങൾ അങ്ങനെ പറഞ്ഞ് ഇവർ വേറൊരു രീതി കൂടെ ഡീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഡീൽ ചെയ്യുന്ന കാണുമ്പോൾ തന്നെ അവർക്ക് തന്നെ ഒരു അട്രാക്ഷൻ തോന്നുവാണ് ഇവരോട്, എന്തോ പ്രത്യേകതയുണ്ട് ഇവർക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ശാന്തമായി, നവാബ് ഹുസൈൻ ഷായുടെ ആൾക്കാരൊക്കെ ഒന്ന് ശാന്തമായി. അത് കഴിഞ്ഞിട്ട് ഇവർ പറഞ്ഞ് എങ്ങനെയൊക്കെയോ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് വേറെ ഒരു ദിവസം വരൂ എന്നുള്ള രീതിയിലൊക്കെ, അതായത് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു തരാം, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്, ഞങ്ങൾ എല്ലാം അറേഞ്ച് ചെയ്തു തരാം, നിങ്ങൾക്ക് ഇവിടുത്തെ സാധനങ്ങളും പൈസയോ എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ നമ്മൾ നിങ്ങളുടെ കയ്യിൽ കൊണ്ടുതരാം, പക്ഷെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ള രീതിയിലൊക്കെ വളരെ മാന്യമായിട്ട് ഒരു ജെന്റിൽമാൻ എങ്ങനെയാണ് പറയുന്നത് അതേപോലെ പറഞ്ഞപ്പോൾ അവർക്ക് വിശ്വാസമായി, അവർക്ക് മനസ്സിലായി. പിന്നെ അത് മാത്രമല്ല, ആ ഗ്രാമവാസികൾ എല്ലാവരും ഇവർ രണ്ടുപേരെയും
ആശ്രയിച്ചിരിക്കുന്നു എന്നും മനസ്സിലായി. കാര്യം ഇവർ ആ ഒരു എന്താ പറയുക ലീഡർഷിപ്പ് ക്വാളിറ്റീസ് അവർ കണ്ടു ഇതിൽ. അങ്ങനെ ഇവർ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. നവാബ് ഹുസൈൻ ഷായുടെ വേലക്കാർ അവർ തിരിച്ചു പോയിട്ട് രാജാവിനോട് റിപ്പോർട്ട് ചെയ്യുന്നു. ഇങ്ങനെ അവർ എല്ലാ ദിവസവും എവിടേക്ക് പോകുന്നു അവിടുത്തെ റിപ്പോർട്ട് കൊടുക്കുമല്ലോ. അങ്ങനെ ഇവിടെ പോയ കാര്യം റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് ശിലറൂപ ഗോസ്വാമിയെക്കുറിച്ചും സനാതൻ ഗോസ്വാമിയെക്കുറിച്ചും പറഞ്ഞു. ഇങ്ങനെ 2 വ്യക്തികളെ കണ്ടു, അമർ, സന്തോഷ്. അപ്പോൾ ഇവരെക്കുറിച്ച് ഈ അദ്ദേഹത്തിൻ്റെ സേവകർ ഒരുപാട് ഗ്ലോറിഫൈ ചെയ്തു. ആരോട്? നവാബിനോട്. ഒരു പ്രത്യേകതയുള്ള ഒരാൾ, ഒരു വ്യക്തി 2 ഐശ്വര്യമുള്ള 2 ചെറുപ്പക്കാരായിട്ടുള്ള പയ്യന്മാരെ കണ്ടു എന്നൊക്കെ പറഞ്ഞു. അവരുടെ കഴിവുകളെക്കുറിച്ച് ഒക്കെ പറഞ്ഞു. നാട്ടിലെല്ലാവർക്കും അവരെ വലിയ കാര്യമാണ്, എല്ലാവിധ നല്ല പണ്ഡിതരാണ്, എല്ലാവരോടും നന്നായി പെരുമാറാൻ അറിയാം, അവിടെയുള്ളവരുടെയൊക്കെ ഒരു അവിടെയുള്ള നാട്ടിലെ എല്ലാവരെയും സംരക്ഷിക്കുന്നവർ. ഇതെല്ലാം കേട്ടപ്പോൾ നവാബ് ഹുസൈൻ ഷാന് തോന്നി എനിക്കും ഒന്ന് കാണണം ഇവരെ എന്ന് തോന്നി. അവരെ കാണാൻ വേണ്ടി ഇദ്ദേഹം വരുവാണ് ചെയ്യുന്നത്. ഇദ്ദേഹം വരുമ്പോഴും അവർ വളരെ സൗമ്യമായിട്ട് മാന്യമായിട്ടാണ് പെരുമാറുന്നത്. അപ്പോൾ രൂപ ഗോസ്വാമിയുടെയും സനാതൻ ഗോസ്വാമി, അമറിൻ്റെ സന്തോഷിൻ്റെയും ആ പെരുമാറ്റവും ആ രീതിയും ആ കാണാനുള്ള ആ ഒരു തേജസ്സും ഇതെല്ലാം കണ്ടപ്പോൾ നവാബ് ഹുസൈൻ ഷായ്ക്ക് അവരോടൊരു സോഫ്റ്റ് കോർണർ തോന്നുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇദ്ദേഹം പറയുവാണ് അവരെ 2 പേരെയും അദ്ദേഹത്തിൻ്റെ കൂടെ രാജ്യത്തേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാജ്യഭരണത്തിലേക്ക് ക്ഷണിക്കുന്നു. അവരോട് പറയുന്നു, നിങ്ങൾ 2 പേരും എനിക്ക് വേണ്ടി എൻ്റെ രാജ്യത്തിൽ എനിക്ക് വേണ്ടി ജോലി ചെയ്യണം. ഒരാളെ പ്രധാനമന്ത്രിയാക്കാം, ഒരാളെ ഫിനാൻസ് മിനിസ്റ്റർ ആക്കാം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് അതിനൊന്നും താല്പര്യമില്ലായിരുന്നു. ശീലറൂപ ഗോസ്വാമി, സന്തോഷ്, അമർ, അവർക്കിതൊന്നും താല്പര്യമില്ല. അവരെ സംബന്ധിച്ച് അവർ ശുദ്ധ ഭക്തരാണ്, ആദ്യം മുതലേ ഭഗവാന്റെ പാർഷദരാണ്, നമുക്കറിയാം. അങ്ങനെ പക്ഷേ നവാബ് ഹുസൈൻ ഷാ എന്ത് പറഞ്ഞു? ഭീഷണിപ്പെടുത്തി, നിങ്ങളെങ്ങാനും വന്നില്ലെങ്കിൽ നിങ്ങളുടെ ഈ ഗ്രാമത്തിലെ എല്ലാവരെയും കൊള്ളയടിക്കും, സ്ത്രീകളെ ഉപദ്രവിക്കും. അത് മാത്രമല്ല, കാര്യം ഹിന്ദുയിസം ഫോളോ ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല, എല്ലാ ഹിന്ദുക്കളെയും ഞങ്ങൾ കത്തിച്ച് കളയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഭീഷണിപ്പെടുത്തി ഇവരോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഉപചാരങ്ങളൊക്കെ ചെയ്യുവാനുള്ള അധികാരവും തരാം, സമ്മതവും തരാം, ആരും നിങ്ങളെ ശല്യം ചെയ്യാൻ പോകുന്നില്ല, നിങ്ങൾക്ക് വേണ്ടതെല്ലാം നമ്മൾ ചെയ്തു തരും, അറേഞ്ച് ചെയ്തു തരും, പക്ഷേ എന്നെ സഹായിക്കണം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പല രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലേക്ക് പോയി വെട്ടിപ്പിടിക്കുക, യുദ്ധം ചെയ്യുക, ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന പരിപാടി. ആ സമയത്ത് എനിക്ക് രാജ്യം നോക്കാൻ ആരുമില്ല. രാജ്യം നോക്കാൻ നിങ്ങളെപ്പോലെ ആത്മാർത്ഥതയുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള കഴിവുള്ള വേറെ ആളുകൾ എൻ്റെ കൂട്ടത്തിലില്ല. അപ്പോൾ നിങ്ങൾ തന്നെ ഇത് റോൾ എടുക്കണം, ഈ ഒരു ദൗത്യം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അമർ, സന്തോഷ് ഇവരെ സംബന്ധിച്ച് അവർക്കൊന്നും ആഗ്രഹം ഉണ്ടായിട്ടല്ല, പക്ഷെ വേറെ വഴിയില്ലാതെയായി. കാര്യം അല്ലെങ്കിൽ ആ ഗ്രാമവാസികളെ എല്ലാം ഇവർ നശിപ്പിക്കുമെന്ന് ഭീഷണി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആ സമയത്ത് നമ്മുടെ സനാതനധർമ്മം അവർ ഫോളോ ചെയ്തിരുന്നു. ആ ഗ്രാമവാസികൾ അതെല്ലാം അതേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അധികാരവും ഇവർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവരെല്ലാം നശിപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനു വേണ്ടി അവരെ രക്ഷിക്കാൻ വേണ്ടി ഇവർ 2 പേരും സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ശരി, ഞങ്ങൾ വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ഒരാളെ പ്രധാനമന്ത്രിയും ഒരാളെ ഫിനാൻസും മിനിസ്റ്ററും ആക്കുന്നു. പിന്നെ ഒരുപാട് വർഷങ്ങൾ ഇവർ നവാബ് ഹുസൈൻ ഷായ്ക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നു. വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ അവർ ജോലി ചെയ്തു. അപ്പോൾ ഇവരുടെ ജോലിയെല്ലാം നവാബിന് ഒരുപാട് ഇഷ്ടമായിരുന്നു. കാര്യം അത്രയും കഴിവാണ് ഇവർക്ക്. ഇവരെ ഏൽപ്പിച്ച് പോയി കഴിഞ്ഞാൽ നവാബ് ഹുസൈൻ ഷായ്ക്ക് പിന്നെ ഒന്നും ടെൻഷൻ ഇല്ല. കാര്യം ഇവർ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും എന്നറിയാം. കറക്റ്റ് സമയത്ത് ടാക്സ് പിരിക്കേണ്ടതൊക്കെ പിരിക്കുന്നു, വേണ്ട ആളുകൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നു, എല്ലാവരും വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന പിന്നീടാണ്, ഞാൻ കഥയിലേക്ക് പോകുന്നില്ല, പിന്നീടാണ് പക്ഷേ ഇവരുടെ ഹൃദയം എപ്പോഴും ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ സമയമായിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കാലങ്ങളും കഴിഞ്ഞിട്ട് പിന്നെ ശ്രീ ചൈതന്യ മഹാപ്രഭു അടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് വരുന്നു. ആ സമയത്ത് ഇവർ 2 പേരും ഇവിടുന്ന് ഓടിപ്പോകുന്നു. അങ്ങനെ കഥയിലേക്ക് നാം പോകുന്നില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ,
ഇതെല്ലാം അതായത് അത് പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നവാബിന്റെ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് മിനിസ്റ്ററും ചീഫ് മിനിസ്റ്ററും ഫിനാൻസ് മിനിസ്റ്റർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പോസ്റ്റ് അല്ല. അത് അവർക്ക് ഒരുപാട് ധനം ഉണ്ടായിരുന്നു. അതായത് അവർക്ക് ഒരുപാട് പൈസ കൊടുക്കുമായിരുന്നു നവാബ്. കാര്യം അത്രയും ആത്മാർത്ഥതയുള്ള രണ്ട് സേവകരായിരുന്നു നവാബിൻ്റെ. അപ്പോൾ അവർക്ക് എല്ലാവിധ ധനവും എല്ലാ തരത്തിലും അവരുടെ കാര്യങ്ങൾ നോക്കുമായിരുന്നു. അപ്പോൾ ഇവരെല്ലാം പക്ഷേ പിന്നീട് ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടപ്പോൾ ശില രൂപ ഗോസ്വാമിയും സനാതൻ ഗോസ്വാമിയും ഇതെല്ലാം ഉപേക്ഷിച്ച് പോകുന്നു. ആ സമയത്ത് അവരുടെ കയ്യിലുള്ള ധനമെല്ലാം 50% മുകളിൽ അവരെ എന്ത് ചെയ്യുന്നു, വൈഷ്ണവർക്ക് ദാനം കൊടുക്കുന്നു. അതേപോലെ തന്നെ 25% അവരുടെ എമർജൻസിക്ക് വെക്കുന്നു. ബാക്കി 25% അവരുടെ ബന്ധുജനങ്ങൾക്ക് ആവശ്യമുള്ള പൈസ എല്ലാം കൊടുക്കുന്നു. അങ്ങനെ ഇവരുടേതായിട്ടുള്ളതായിട്ടൊന്നും ഒന്നും ഇല്ലായിരുന്നു അവർക്ക്. അങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് മഹാപ്രഭുവിൻ്റെ തൃപ്പാദങ്ങളിൽ അവർ ശരണം പ്രാപിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അതാണ് ശീല പ്രഭുപാദ്ജിയുടെ പറയുന്നത്. എല്ലാം ഉണ്ടായിരുന്നു. പറയുന്നത് ശാസ്ത്രങ്ങളിൽ പറയുന്നു, ഒരു ബോട്ട് നിറയെ സ്വർണ്ണ നാണയമായിരുന്നു എന്നാണ് പറയുന്നത് ഇവരുടെ സമ്പാദ്യം. ഇവരുടെ സമ്പാദ്യം അതെല്ലാം ഉപേക്ഷിച്ച് മഹാപ്രഭുവിൻ്റെ തൃപാദങ്ങളിൽ ശരണം പ്രാപിച്ചു. അതാണ് ശില രൂപ ഗോസ്വാമിയും സനാതൻ ഗോസ്വാമിയും. പിന്നീട് മഹാപ്രഭു കൊടുത്ത പേരാണ് ഇത് രണ്ടും. അതിനു മുമ്പ് നവാബ് ഹുസൈൻ ഷാ അവർക്ക് സന്തോഷ് എന്നുള്ള പേര് മാറ്റി, സന്തോഷ് അമർ എന്നുള്ള പേര് മാറ്റി ധാബിർ കാസ് സക്കര മല്ലിക് എന്നുള്ളൊരു പേര്, ഒരു മുസൽമാൻ പേര് ഇവർക്ക് രണ്ടുപേരും കൊടുത്തിരുന്നു. അങ്ങനെ അതിനുശേഷം ശ്രീ ചൈതന്യ മഹാപ്രഭു ശീല രൂപ സനാതന എന്നുള്ള പേര് കൊടുക്കുന്നു. അങ്ങനെ അവരുടെ കാര്യം പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, പക്ഷെ നമുക്ക് സമയമില്ല. അതേപോലെ തന്നെ ശീല രഘുനാഥദാസ് ഗോസ്വാമി, അദ്ദേഹം ജമീന്ദാറിൻ്റെ മകനായിട്ട് ജനിച്ചിട്ടും അദ്ദേഹം എല്ലാം ഉപേക്ഷിക്കുന്നു. അദ്ദേഹത്തിന് പറയുന്നത് ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നു, ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് എല്ലാം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പ്രായപൂർത്തിയായപ്പോൾ അദ്ദേഹത്തെ വിവാഹം കഴിപ്പിച്ചു. വിവാഹം കഴിപ്പിച്ച ആ സ്ത്രീയെക്കുറിച്ച് പറയുന്നത് ലക്ഷ്മി ദേവിയെ പോലൊരു സ്ത്രീയാണ് എന്നാണ് പറയുന്നത്. എല്ലാം ഉണ്ടായിരുന്നു, അതായത് എല്ലാവിധ ഐശ്വര്യവും സൗന്ദര്യവും പൈസയും എല്ലാം ഉണ്ടായിരുന്നു ശീല രഘുനാഥദാസ് ഗോസ്വാമിക്ക്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹൃദയവും ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ തൃപ്പാദങ്ങളിലായിരുന്നു. ശീല രഘുനാഥ് ദാസ് ഗോസ്വാമി എന്നും ഇടയ്ക്കിടയ്ക്ക് ഓടിപ്പോവാൻ നോക്കുന്നു. അപ്പോൾ വീട്ടിലെ അച്ഛനും അമ്മയും സെക്യൂരിറ്റി അറേഞ്ച് ചെയ്തിരിക്കുന്നു. കാര്യം ഇദ്ദേഹം ഓടിപ്പോവാണ്, ഓരോ ദിവസവും ഓടിപ്പോവാൻ നോക്കും. അങ്ങനെ പിടിച്ച് കെട്ടിയിടുന്ന അവസ്ഥ, ഓടിപ്പോവാതിരിക്കുന്നത്. എവിടേക്കാണ് ഓടിപ്പോകുന്നത്? ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്തേക്ക്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടും അതായിരുന്നു അവസ്ഥ. അതിനുശേഷം ഒരിക്കൽ എങ്ങനെയൊക്കെയോ പറഞ്ഞ സൂത്രത്തിൽ വേറെ രീതിയിലൊക്കെ ശീല രഘുനാഥ് ദാസ് ഗോസ്വാമി സമ്മതത്തോട് കൂടിയിട്ട് കുറച്ച് സെക്യൂരിറ്റി ഗാർഡ്സൊക്കെ കൂടെ പോയി അങ്ങനെ മഹാപ്രഭുവിനെ കാണുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭു നിർദ്ദേശം കൊടുക്കുന്നു ആ സമയത്ത്, അതായത് നീ വരാറായിട്ടില്ല, സമയമായിട്ടില്ല, തൽക്കാലം നീ തിരിച്ചു പോയിട്ട് ചെയ്യേണ്ട ഡ്യൂട്ടീസ് എല്ലാം ചെയ്യുക. ഹൃദയത്തിൽ എപ്പോഴും ഭഗവാനെ കുറിച്ച് ഓർക്കുക. എത്രയും പെട്ടെന്ന് തന്നെ നിനക്ക് ഇതെല്ലാം വിട്ട് എൻ്റെ കൂടെ വരാൻ നിനക്ക് സാധിക്കും. പക്ഷെ അതുവരെ നീ നിന്റെ ഡ്യൂട്ടികളെല്ലാം വളരെ നന്നായി ചെയ്യണം എന്ന് പറഞ്ഞു. ഡ്യൂട്ടികൾ എന്താണ്? അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കാര്യം അവർ ജമീന്ദാറാണ്. അപ്പോൾ ജമീന്ദാറിൻ്റെതായിട്ടുള്ള ജോലികളൊക്കെ ഉണ്ട്. അച്ഛനെ സഹായിക്കണം, അങ്ങനെയുള്ള ടാക്സ് പിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ അവർ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യണം നീ നിർദ്ദേശം കൊടുത്തു. അങ്ങനെ ശീല രഘുനാഥദാസ് ഗോസ്വാമി തിരിച്ചു വന്ന് വളരെ നല്ല രീതിയിൽ ജോലികളൊക്കെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്തു തുടങ്ങി. അത് കണ്ടപ്പോൾ അച്ഛനും അമ്മയും വിചാരിച്ചു, രഘുനാഥ് തിരിച്ചെത്തി, ഇനി കുഴപ്പമില്ല. തിരിച്ചെത്തി എന്ന് പറഞ്ഞാൽ അവൻ്റെ പണ്ടത്തെ പോലെ ഓടിപ്പോവാനുള്ള ആ സ്വഭാവമൊക്കെ മാറി. ഇപ്പോൾ വീട്ടിൽ നിൽക്കാനും വീട്ടിലെ കാര്യങ്ങൾ നോക്കുവാനും കുടുംബത്തിലെ കാര്യങ്ങൾ ചെയ്യുവാനൊക്കെ താല്പര്യം വന്നു തുടങ്ങി എന്ന് തോന്നി തുടങ്ങി അവർക്ക്. അങ്ങനെ ആവുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റുമുണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ടായിരുന്നു. ആ സെക്യൂരിറ്റി ഗാർഡ്സിനെയൊക്കെ ഇവർ പതുക്കെ മാറ്റി. കാര്യം ഇദ്ദേഹത്തിൻ്റെ മനസ്സ് മാറി എന്നുള്ളൊരു തോന്നൽ വന്നു ഇടയിൽ. അങ്ങനെ ഒരവസരം വന്നപ്പോൾ അതിൻ്റെ ഇടയിൽ ശീല രഘുനാഥദാസ് ഗോസ്വാമി അവിടെ നിന്ന് ഒരു മുങ്ങലാണ് ചെയ്യുന്നത്. പിന്നീട് അദ്ദേഹം പൊങ്ങുന്നത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്താണ്, ജഗന്നാഥപുരിയിൽ. അപ്പോൾ അതാണ് പറയുന്നത് ശീല രഘുനാഥദാസ് ഗോസ്വാമി എല്ലാം ഉപേക്ഷിച്ചു അദ്ദേഹം. അതിനുശേഷം പിന്നെ നമുക്ക് പറയാനില്ല,
ശ്രീല രഘുനാഥ് ദാസ് ഗോസ്വാമി ചെയ്തിട്ടുള്ള ഓസ്റ്റെറിറ്റീസ്, അദ്ദേഹം ചെയ്തിട്ടുള്ള ത്യാഗങ്ങൾ, അദ്ദേഹം ചെയ്തിട്ടുള്ള തപസ്യകൾ നമുക്ക് പറയുവാൻ സാധിക്കില്ല. അദ്ദേഹം എങ്ങനെയായിരുന്നു ജഗന്നാഥപുരിയിൽ ജീവിച്ചിരുന്നത് എന്നുള്ളത്. ഇത്രയും ധനികനായിട്ടുള്ള വ്യക്തി, വിരക്ത ചൂടാമണിയാണ് ശ്രീല രഘുനാഥ് ദാസ് ഗോസ്വാമി. വിരക്ത ചൂടാമണി. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം ഭക്ഷണം, അതായത് തുടക്കത്തിൽ അദ്ദേഹം കുറച്ച് പൈസ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു വന്ന സമയത്ത്. അപ്പോൾ അതെല്ലാം അവിടെയുള്ള വൈഷ്ണവർക്കൊക്കെ കൊടുത്തു. പിന്നെ പൈസ അതിൻ്റെ ഇടയിൽ ഇവരുടെ അച്ഛനമ്മയ്ക്കും മനസ്സിലായി രഘുനാഥ് ഓടിപ്പോയി, ഇനി എന്തായാലും തിരിച്ചു കിട്ടില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, സേവകരെ വിടാം. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ 2-3 സേവകരെ വിട്ടു. എന്നിട്ട് രഘുനാഥൻ്റെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് അവിടെ കൂടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, ബാക്കിയൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആളെ വിട്ടു. അപ്പോൾ കുറച്ച് ദിവസമൊക്കെ അവരെ കൂടെ നിന്നു. പിന്നെ അവരെ പറഞ്ഞു വിട്ടു ശ്രീല രഘുനാഥ് ദാസ് ഗോസ്വാമി. അതിനുശേഷം പൈസ അയച്ചു തുടങ്ങി. കുറച്ച് ദിവസം പൈസ, അതായത് അവിടുത്തെ ചെലവുകൾ നോക്കാൻ വേണ്ടി. അപ്പോൾ ശ്രീല രഘുനാഥ് ദാസ് ഗോസ്വാമി ആ പൈസ കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്തിരുന്നു? മഹാപ്രഭുവിനെ വിളിക്കും, അതേപോലെ മറ്റുള്ള വൈഷ്ണവർക്കൊക്കെ ഭഗവാന്റെ പ്രസാദം കൊടുക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ രഘുനാഥ് ദാസ് ഗോസ്വാമിക്ക് തോന്നി തുടങ്ങി, ഞാനിത് ചെയ്യുന്നത് ശരിയല്ല. അച്ഛൻ അയച്ചിരുന്ന പൈസയാണ്, അത് ഉപയോഗിച്ച് അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല. അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിനും മറ്റുള്ള വൈഷ്ണവർക്ക് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് തോന്നി തുടങ്ങി, ഞാൻ ചെയ്യുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാനിത് ഉപേക്ഷിക്കാൻ പോവാണ്. അതിനുശേഷം അദ്ദേഹം അത് നിർത്തിയതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന് കഴിക്കാനുള്ളത് പോലും അദ്ദേഹം പോയി എന്താണ് ചെയ്യുന്നത്? ജഗന്നാഥപുരി അമ്പലത്തിൻ്റെ മുമ്പിൽ നിൽക്കും. ആരെങ്കിലും ഭിക്ഷ കൊടുക്കുവാണെങ്കിൽ അത് സ്വീകരിക്കും, എന്നിട്ട് അത് കഴിക്കും. അങ്ങനെ കുറച്ചു കാലം പോയി. പിന്നീട് ശ്രീല രഘുനാഥ് ദാസ് ഗോസ്വാമിക്ക് തോന്നി തുടങ്ങി, ഇത് ശരിയല്ല ഞാൻ ചെയ്യുന്നത്. ഭിക്ഷ എടുക്കുന്നു, അപ്പോൾ ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നു, ഞാൻ നല്ല ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഭിക്ഷ എടുക്കുന്നു. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വിചാരിച്ചു, അതും നിർത്തി. പിന്നെ അദ്ദേഹം പോയി പ്രസാദം ചില സ്ഥലങ്ങളിൽ കൊടുക്കുന്നവരുണ്ട്. അതായത് ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സ്ഥലമുണ്ട്. അവിടെ അതായത് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സ്ഥലം, അവിടെ പോകുന്നു. അങ്ങനെ കിട്ടുന്നത് കുറച്ച് ദിവസം കഴിച്ചു. പിന്നെ അദ്ദേഹത്തിന് തോന്നി ഇത് ചെയ്യുന്നത് ശരിയില്ല. അതിനുശേഷം പിന്നീട് അദ്ദേഹം പോകുന്നത് കേടുവന്ന ഭക്ഷണം കളയുന്നൊരു സ്ഥലമുണ്ട്. ഈവൻ പശുക്കൾ പോലും കഴിക്കാത്ത ഭക്ഷണം, പശുക്കളും മറ്റുള്ള മൃഗങ്ങൾക്ക് പോലും വേണ്ടാത്ത കേടുവന്ന ഭക്ഷണം കളയുന്ന സ്ഥലമുണ്ട്. അവിടെ പോയി എന്തെങ്കിലും എടുക്കും, കുറച്ച് ചോറോ എന്തെങ്കിലും കൊണ്ടുവരും. ഇതെല്ലാം ജഗന്നാഥപുരി അമ്പലത്തിലെ ജഗന്നാഥൻ്റെ പ്രസാദമാണ്. അതെടുത്തു കൊണ്ടുവന്ന് കഴുകിയിട്ട് അതായിരുന്നു കഴിക്കുന്നുണ്ടായിരുന്നത്. ചിന്തിക്കാൻ പോലും സാധിക്കില്ല ജമീന്ദാറിൻ്റെ മകനായിട്ടുള്ള ശ്രീല രഘുനാഥ് ദാസ് ഗോസ്വാമി. അതുകൊണ്ട് അദ്ദേഹം വിരക്ത ചൂടാമണിയാണ് അദ്ദേഹം. ഇവരൊക്കെ എന്തുകൊണ്ട് ഉപേക്ഷിച്ചു? ശിലപ്രഭുജി പറയുന്നതാണ്, എന്തുകൊണ്ട് അവർക്ക് ഉപേക്ഷിക്കാൻ സാധിച്ചു? കാര്യം അവരുടെ ഹൃദയത്തിൽ ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭൗതികമായിട്ടുള്ള ഒന്നിനോടും അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇതാണ് ഭഗവാനെ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന കാര്യം. ശിലപ്രഭുജിയുടെ പറയുന്നു, അതായത് രണ്ടും കൂടെ ഒരുമിച്ച് നടക്കില്ല. ഭൗതികമായിട്ടുള്ള ആസക്തിയും ഭഗവാനോടുള്ള ആസക്തിയും രണ്ടും രണ്ട് ദിശയിൽ പോകുന്ന വണ്ടികളാണ്. ഭഗവാനാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തു വന്നേ പറ്റൂ. പതിയെ എല്ലാം ഒരുമിച്ച് ശ്രീല രഘുനാഥ് ദാസ് ഗോസ്വാമി ചെയ്തതുപോലെ നടക്കില്ലായിരിക്കാം. അദ്ദേഹമൊക്കെ എന്താ പറയുക, എക്സ്ട്രീം എക്സാമ്പിൾസ് ആണ്. നമുക്ക് അതൊന്നും ചിന്തിക്കാൻ പോലും സാധിക്കില്ല. പക്ഷേ പതിയെ നമ്മൾ ഈ അട്രാക്ഷൻസും അറ്റാച്ച്മെൻറ്റ്സും കുറച്ച് കൊണ്ടുവരണം. അറ്റാച്ച്മെൻറ്റ്സ് കുറഞ്ഞില്ലെങ്കിൽ എന്താണ്, ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. ഇവിടെ തന്നെ ഇരുന്നാൽ മതിയോ അതോ തിരിച്ചു പോകണോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ട കാര്യമാണ്. വേറൊരു നല്ലൊരു കഥ ഇവിടെ പറയുന്നു. സനാതൻ ഗോസ്വാമിയുടെയും ഒരു ചിന്താമണി രത്നത്തെക്കുറിച്ചും കല്ല്. അത് മനോഹരമായിട്ടുള്ളൊരു കഥയാണ്. ഒരിക്കൽ ഒരു ശിവഭക്തനുണ്ടായിരുന്നു. അദ്ദേഹം മഹാദേവനെ ധ്യാനിക്കുന്നു, മഹാദേവനെ ആരാധിക്കുന്നൊരു ഭക്തനായിരുന്നു. അപ്പോൾ മഹാദേവനെ ആരാധിക്കുന്ന ഭക്തർ കൂടുതൽ പേരും എന്താണ്, അവർ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഭൗതികമായിട്ടുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ് മഹാദേവനെ സമീപിക്കുന്നത്. ആരും പോയിട്ട്
ഭഗവാൻ ശിവൻ്റെ അടുത്ത് എനിക്ക് കൃഷ്ണപ്രേമം വേണമെന്ന് ചോദിക്കുന്നില്ല. സാധാരണഗതിയിൽ നമ്മളല്ല, ഞാൻ പറയുന്നത് ജനറലായിട്ട് എല്ലാവരും ധനം ദേഹി, പൈസ വേണം, അല്ലെങ്കിൽ നല്ല പൊസിഷൻ വേണം, ഇങ്ങനെയുള്ളൊരു ഭാവത്തോട് കൂടിയിട്ടാണ് അദ്ദേഹത്തെ കൂടുതലും അപ്രോച്ച് ചെയ്യുന്നത്. കാര്യം അദ്ദേഹം പെട്ടെന്ന് പ്രസാദിക്കും അല്ലേ, ദേഷ്യം പെട്ടെന്ന് വരും. പക്ഷെ എന്നാലും അദ്ദേഹത്തിന് കൂടുതൽ എന്താ പറയുക, ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കും ചിലപ്പോൾ ഒരു പക്ഷേ. അപ്പോൾ അത് കാരണം ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുന്നു. അങ്ങനെ ഒരിക്കൽ ഈ ഒരു ഭക്തൻ അദ്ദേഹം ആരാധിക്കുന്നു മഹാദേവനെ. അങ്ങനെ ഇദ്ദേഹം ചോദിക്കുന്നത്, എനിക്ക് ഏറ്റവും വലിയ ധനം വേണം, എനിക്ക് ചിന്താമണി വേണം എൻ്റെ ജീവിതത്തിൽ. ചിന്താമണി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു മണി അല്ലെങ്കിൽ ആ ഒരു കല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടച്ച് സ്റ്റോൺ എന്ന് ഇംഗ്ലീഷിൽ പറയും. അത് തൊട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണെങ്കിൽ അത് നമുക്ക് കിട്ടുന്നു. ഉദാഹരണത്തിന് ആ ഒരു കല്ല് ഉപയോഗിച്ച് കല്ലിൽ നമ്മൾ തൊട്ടുകൊണ്ട് പറയുകയാണ്, എനിക്ക് 100 കിലോ സ്വർണം വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ 100 കിലോ സ്വർണം വരും. അങ്ങനെയുള്ളൊരു സ്റ്റോൺ, അങ്ങനെയുള്ളൊരു, അതിനെയാണ് ചിന്താമണി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ചിന്താമണികളാണ് ഗോലോക വൃന്ദാവനത്തിലുള്ളതെല്ലാം. അവിടെയുള്ള നിലത്തൊക്കെ പറയുന്നു, നമ്മൾ താഴെ നമ്മുടെ നാട്ടിലൊക്കെ, നമ്മുടെ രാജ്യത്ത് നമ്മുടെ ലോകത്ത് എങ്ങനെയാണ് കല്ലുകളും വെള്ളാരങ്കല്ലും ഒക്കെയാണ് അല്ലേ. അതിന് പകരം ചിന്താമണിയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പക്ഷേ അവിടെയുള്ള ആളുകൾ അവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല, ആ ചിന്താമണിയെല്ലാം ഭഗവത് സേവനങ്ങൾക്ക് വേണ്ടി, ഭഗവാന് വേണ്ടി എന്തെങ്കിലും സേവനം ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇവിടെ ഇദ്ദേഹം ആരാധിക്കുകയാണ് മഹാദേവനെ. അപ്പോൾ ഈ ചിന്താമണി വേണമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഇദ്ദേഹം. അപ്പോൾ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, വിഷമിക്കേണ്ട, ഞാനൊരു വഴി ഉണ്ടാക്കാം. നീ, ഒരു ഭക്തനുണ്ട് വൃന്ദാവനത്തിൽ, അദ്ദേഹത്തെ പോയി കണ്ടാൽ മതി. അദ്ദേഹത്തിൻ്റെ പേര് സനാതൻ ഗോസ്വാമി എന്നാണ്. അദ്ദേഹത്തെ പോയി കാണും, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചിന്താമണി ഉണ്ട് എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന് സന്തോഷമായി, ഈ ഭക്തന്, മഹാദേവൻ്റെ ഭക്തന് സന്തോഷമായി. അദ്ദേഹം ഉടനെ തന്നെ പോകുന്നു. ഇദ്ദേഹത്തിൻ്റെ എന്തായിരുന്നു ആവശ്യം? എനിക്ക് തോന്നുന്നു മകളുടെ വിവാഹമോ അങ്ങനെ എന്തോ. എനിവേസ്, പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം, ഒരുപാട് ധനം വേണം, അതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അങ്ങനെ ശീല സനാതൻ ഗോസ്വാമിയോട് പോയി ചോദിക്കുന്നു, ഇങ്ങനെയൊരു രത്നം ഇവിടെ ഉണ്ടെന്ന് ഞാൻ കേട്ടു, അത് ശരിയാണോ? അപ്പോൾ സനാതൻ ഗോസ്വാമി പറഞ്ഞു, ശരിയാണ്. അപ്പോൾ അത് എവിടെയാണ്, അതെനിക്ക് തരുമോ എന്ന് ചോദിച്ചു. അതിനെന്താ, അത് ആ ചവറ്റുകൊട്ടയിലുണ്ട് എന്ന് പറഞ്ഞു, വേസ്റ്റ് ബാസ്ക്കറ്റിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പോയിട്ട് അത് നോക്കുകയാണ് ചെയ്യുന്നത്. വേസ്റ്റ് ബാസ്ക്കറ്റിലോ ഇത്രയും വിലപിടിപ്പുള്ളത്, അതെങ്ങനെ ശരിയാവും? അറിയില്ല. പക്ഷെ അദ്ദേഹം അവിടെ പോയി നോക്കി, അവിടെ സാധനമുണ്ട്. സാധനം കിട്ടി അദ്ദേഹത്തിന്. സാധനം കിട്ടിയപ്പോൾ ഈ വ്യക്തിക്ക് സന്തോഷമായി. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അദ്ദേഹത്തിന് ചിന്താമണി കിട്ടി. വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം തിരിച്ചു പോവാണ്. തിരിച്ചു പോവാൻ നേരത്ത് അദ്ദേഹം എന്ത് ചെയ്തു? ചിന്തിക്കുകയാണ് അദ്ദേഹം, ഇത്രയും വിലപിടിപ്പുള്ള ഒരു ചിന്താമണി ഇദ്ദേഹം ചവറ്റുകൊട്ടയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ, സനാതൻ ഗോസ്വാമിയുടെ കയ്യിൽ വേറെ എന്തോ വിലപിടിപ്പുള്ളതുണ്ട്. ആ വേറെ എന്തോ ഉള്ളത് കൊണ്ടാണ് ഇതിനെ ചവറ്റുകൊട്ടയിൽ ഇട്ടിട്ടുള്ളത്. അതെന്താണെന്ന് എനിക്കറിയണം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആർത്തി കൂടി. അദ്ദേഹത്തിന് ഓൾറെഡി ചിന്താമണി കിട്ടി, അത് മിണ്ടാതെ വീട്ടിൽ കൊണ്ടുപോയാൽ മതി. കൊണ്ടുപോയില്ല. അപ്പോൾ തോന്നുവാണ് ഇതിനേക്കാൾ വിലപിടിപ്പുള്ളത് എന്തോ ഉണ്ടെന്ന് തോന്നിയപ്പോൾ ഇദ്ദേഹം തിരിച്ചു വരുന്നു. തിരിച്ചു വന്ന് ഇദ്ദേഹത്തോട്, സനാതൻ ഗോസ്വാമിയോട് ചോദിക്കുകയാണ്, അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങൾ ഇത്രയും വിലപിടിപ്പുള്ള ഈ ചിന്താമണി നിങ്ങൾ എന്തുകൊണ്ട് ചവറ്റുകൊട്ടയിലിട്ടിട്ടുണ്ട്? അതിൻ്റെ അർത്ഥം നിങ്ങളുടെ കയ്യിൽ വേറെ എന്തോ ഉണ്ട്. അതെന്താണ് സാധനം? അതെനിക്ക് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ സനാതൻ ഗോസ്വാമി പറഞ്ഞു, നിങ്ങൾക്കിത് വേണ്ട, ഇനി എൻ്റെ കയ്യിൽ വിലപിടിപ്പുള്ളതുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അത് വേണമെങ്കിൽ ഇത് നിങ്ങൾ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി, യെസ്, അതിനെന്താ, ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. കാര്യം അദ്ദേഹം ചിന്തിക്കുവാണ് ഇതിനേക്കാൾ വലിയ എന്തോ സാധനം കിട്ടാൻ പോവാണെന്ന്. അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞു സനാതൻ ഗോസ്വാമി, ഒരു കാര്യം ചെയ്യൂ,
ഇതെല്ലാം ഈ ചിന്താമണി എടുത്ത് എവിടെ വെക്കാൻ പറഞ്ഞു? യമുനയുടെ തീരത്ത് പോയിട്ട് അവിടെ ഒരു സ്ഥലം പറഞ്ഞു കൊടുത്തു, അവിടെ കുഴിച്ചിടാൻ പറഞ്ഞു. അവിടെ കുഴിച്ചിട്ടിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഇദ്ദേഹം അവിടെ പോയി അത് കുഴിച്ചിട്ടുന്നു, തിരിച്ചു വരുന്നു. എന്നിട്ട് ഇദ്ദേഹത്തോട് ചോദിക്കുന്നു, നിങ്ങളത് എവിടെ വെച്ചു എന്ന് ചോദിച്ചപ്പോൾ കറക്റ്റ് സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തു. അവിടെ ഇദ്ദേഹം വേണ്ട പോലെ ചെയ്തു. അതിനുശേഷം സനാതൻ ഗോസ്വാമി പറഞ്ഞു, ഒന്നും കൂടെ പോയി കുളിച്ച് വരാൻ പറഞ്ഞു. നിങ്ങൾ പോയി യമുനയിൽ പോയി കുളിച്ച് തിരിച്ചു വരാൻ പറഞ്ഞു. തിരിച്ച് വന്നതിന് ശേഷം ചില സനാതൻ ഗോസ്വാമി അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിരുന്ന് പറഞ്ഞു, നിങ്ങൾ അത് ഉപേക്ഷിച്ചു, ഇനി ഞാൻ നിങ്ങൾ പറഞ്ഞ അല്ലെങ്കിൽ ചോദിച്ച സാധനം ഞാൻ തരാം. നിങ്ങളുടെ ആഗ്രഹം പോലെ ആ വിലപിടിപ്പുള്ള സാധനം തരാൻ പോവാണ്. വളരെ ശ്രദ്ധയോടുകൂടി അല്ലെങ്കിൽ ശ്രദ്ധയോടുകൂടി ഇത് സ്വീകരിക്കണം, നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് പറഞ്ഞ് ഇദ്ദേഹം എന്താണ് കൊടുക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ശുദ്ധഭക്തനായിട്ടുള്ള ശില സനാതൻ ഗോസ്വാമിയുടെ തിരുമുഖത്തിൽ നിന്നാണ് അദ്ദേഹം ഹരിനാമം കേൾക്കുന്നത്. അങ്ങനെ ഇദ്ദേഹത്തിന് ദീക്ഷ കിട്ടുവാണ് ചെയ്യുന്നത് അല്ലേ. സനാതൻ ഗോസ്വാമിയുടെ തിരുമുഖത്തിൽ നിന്ന് ഹരേകൃഷ്ണ മഹാമന്ത്രം കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും വലിയ മഹാസൗഭാഗ്യം എന്താണ്? അദ്ദേഹത്തിന് മഹാദേവൻ ശംഭു മഹാദേവൻ ഒരുക്കി കൊടുത്തു. മഹാസൗഭാഗ്യം. അപ്പോൾ ഇത് സംഭവിച്ചപ്പോൾ അറിയാം ഒരു ശുദ്ധഭക്തന്റെ സാമീപ്യം, ഹരേകൃഷ്ണ മഹാമന്ത്രത്തിൻ്റെ ശക്തി. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു തുടങ്ങി, അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ ഭാവങ്ങളൊക്കെ മാറി തുടങ്ങി. അദ്ദേഹത്തിന് മനസ്സിലായി, ഓ ഞാൻ എത്ര വിഡ്ഢിയാണ്, ഇത്രയും വിലപിടിപ്പുള്ള ഭഗവാന്റെ ഭക്തി അല്ലെങ്കിൽ ഈ ഹരിനാമം അത് ഞാൻ മനസ്സിലാക്കിയില്ല. ഞാൻ വെറും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളുടെ പുറകിൽ നടക്കുമായിരുന്നു. എത്ര വിഡ്ഢിയാണ് ഞാൻ ഇത്രയും വിഡ്ഢിയാണെന്ന് പറഞ്ഞ് അദ്ദേഹം സ്വയം അദ്ദേഹം പഴി പറയുമായിരുന്നു. ഞാൻ ഇത്ര പൊട്ടനാണ്, ഞാൻ വിഡ്ഢിയാണ്, സമയം കുറേ പാഴാക്കി കളഞ്ഞു, പൈസയുടെ പുറകിൽ ഓടി നടക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹത്തിന് സന്തോഷമായി. അതാണ് ശീല പ്രഭുജി പറയുന്നത്, വിലപിടിപ്പുള്ള എന്തോ കൊടുത്തു എന്ന് പറയുന്നത് ഇതാണ്, ഭഗവാന്റെ തിരുനാമമാണ് കൊടുത്തത്. അങ്ങനെ അദ്ദേഹം ശുദ്ധഭക്തനായി മാറുന്നു. അതിനുശേഷം ഇദ്ദേഹം ചോദിക്കുന്നു, നിങ്ങൾ ശരിയാണ്, ഈ എന്താ പറയുക ചിന്താമണി അവിടെ കൊണ്ട് എന്താ പറയുക കുഴിച്ചിടാനാണ് പറഞ്ഞത്, എന്തുകൊണ്ട് അത് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് സനാതൻ ഗോസ്വാമിയോട്. ഇദ്ദേഹം ചോദിക്കുന്നു. അപ്പോൾ സനാതൻ ഗോസ്വാമി പറയുന്നു, സനാതൻ ഗോസ്വാമി എന്താണ് ഉദ്ദേശിക്കുന്നത്? ആർക്കെങ്കിലും ആവശ്യമുള്ളവർ വന്നു കഴിഞ്ഞാൽ അവർ ഉപയോഗിക്കാൻ, അവർക്കത് ഉപകാരമാവുമെങ്കിൽ ഉപകാരമാവട്ടെ. അതായത് ശരിക്കും ധനത്തിൻ്റെ ആവശ്യമുള്ളവർ വല്ലവരും ഉണ്ടെങ്കിൽ, അത്യാർത്ഥി കൊണ്ടല്ല, അല്ലാതെ ആവശ്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരമായിക്കോട്ടെ. അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിൽ കളയണ്ട, അവിടെ കുഴിച്ചിട്ടോളാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ സന്തോഷമായി. അങ്ങനെ ഇദ്ദേഹം മാറി. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്ന പാഠം എന്താണ്? ഭൗതികമായിട്ടുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് മഹാദേവനെ സമീപിച്ചു. പക്ഷെ മഹാദേവൻ ശുദ്ധഭക്തനെ കാണുവാനും അദ്ദേഹത്തിന് സംഘം കിട്ടുവാനുള്ള ഒരു അവസരം, സാധു സംഘത്തിനുള്ള അവസരം കൊടുത്തു. ഭഗവാന്റെ കാരുണ്യം ഉണ്ടായി. ആ സമയത്ത് ശുദ്ധഭക്തനായിട്ടുള്ള ശില സനാതൻ ഗോസ്വാമിയുടെ സംഘം അദ്ദേഹത്തിന് കിട്ടുന്നു. അദ്ദേഹം ഭക്തനായി മാറുന്നു. അപ്പോൾ ഇങ്ങനെയൊരു വഴിയുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ എന്താ പറയുക, ശംഭു മഹാദേവൻ, ഇപ്പം നമ്മളിൽ പലവരും ഒരുപക്ഷെ ഇതിനു മുമ്പ് മഹാദേവനെ ആരാധിക്കുന്നവരായിരുന്നിട്ടുണ്ടാവും. അങ്ങനെ കുറേ കാലം നമ്മൾ ആരാധിച്ചു. അതിനുശേഷം അദ്ദേഹം നമുക്ക് തന്നിട്ടുള്ള മഹാസൗഭാഗ്യമാണ്. കാര്യം അദ്ദേഹം ആരാധിക്കുന്ന ഭഗവാൻ കൃഷ്ണനെ, അദ്ദേഹം ആരാധിക്കുന്ന വിഷ്ണുവിനെ നമുക്ക് ആരാധിക്കാനുള്ള ഒരു അവസരം തരുവാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടവർക്ക് അദ്ദേഹം കൊടുക്കുള്ളൂ. എല്ലാവർക്കും കിട്ടുന്നില്ല ഈ അവസരം അല്ലേ. ഇപ്പോഴും ഭൗതികമായിട്ടുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് എപ്പോഴും പോകുന്നവർക്ക് അങ്ങനെയുള്ള ഒരു അവസരം ഒരുപക്ഷെ കൊടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം ഭഗവാന്റെ കാരുണ്യമാണ്. മഹാദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഷ്ണവാനാം യഥാ ശംഭു അല്ലേ. ശംഭു മഹാദേവൻ വളരെ കാരുണ്യവാനാണ്. അപ്പോൾ ഇങ്ങനെ ഭക്തർക്ക് അവസരം കൊടുക്കുന്നു. പക്ഷെ എല്ലാവരും ഈ അവസരം എടുക്കുന്നില്ല. പലവർക്കും അവസരം കൊടുക്കുന്നുണ്ടാവും, ചിലവർ മാറുന്നുണ്ടാവും, ചിലവർ മാറുന്നില്ല. അതാണ് വ്യത്യാസം.
അപ്പോൾ ഇതിൽ നിന്ന് അടുത്ത രണ്ടാമത്തെ പാഠം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏറ്റവും വിലപിടിപ്പുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ തിരുനാമമാണ്. ഭഗവാന്റെ തിരുനാമം നമുക്ക് കിട്ടിയിട്ടുണ്ട്. മഹാപ്രഭുവിൻ്റെ കാരുണ്യം കൊണ്ട്, നമ്മുടെ ശീലപ്രഭുപാദിൻ്റെയും മറ്റുള്ള ഗുരുജനങ്ങളുടെയും മഹാകാരുണ്യം കൊണ്ട് നമുക്ക് ഹരേകൃഷ്ണ മഹാമന്ത്രം കിട്ടിയിരിക്കുന്നു. ഇതിനും വലിയ ചിന്താമണി നമ്മുടെ ജീവിതത്തിലില്ല. ഇതാണ് ഏറ്റവും വലിയ ചിന്താമണി. ഇത് ശരിക്കും ചിന്താമണിയാണ് നാമം. നാമ ചിന്താമണി കൃഷ്ണ ചൈതന്യ രസ വിഗ്രഹ പൂർണ്ണശുദ്ധോ നിത്യമുക്തോ അഭിന്നത്വം നാമനാമിനോ. നാമചിന്താമണിയാണ്. ഈ നാമം ഉപയോഗിച്ച് നമുക്ക് ആ ചിന്താമണി ധാമത്തിലേക്ക് പോകാൻ സാധിക്കും. ശുദ്ധനാമം ജപിക്കുകയാണെങ്കിൽ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോവാം, ഒരു സംശയമില്ല ആ കാര്യത്തിൽ. ശുദ്ധനാമം, അതായത് അപരാധങ്ങൾ ചെയ്യാതെ, വൈഷ്ണവ അപരാധങ്ങളൊന്നും ചെയ്യാതെ നമ്മൾ ആത്മാർത്ഥപരമായിട്ട് ഭഗവാന്റെ തിരുനാമം ജപിക്കുകയാണെങ്കിൽ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള ടിക്കറ്റാണ് അത്, ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ചിന്താമണി തന്നെയാണ്. നമുക്ക് ആഗ്രഹിക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് അതിനു വേണ്ടി നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നടക്കുന്നു. പക്ഷേ മറ്റുള്ള എന്ത് ചിന്താമണി നമുക്ക് കിട്ടിയിട്ടും കാര്യമില്ല. ഭൗതികമായിട്ടുള്ള എന്തും കിട്ടിയിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. കൂടുതൽ കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് താല്പര്യം കൂടുന്നു എന്നല്ലാതെ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗവും ഉണ്ടാവില്ല. കൂടുതൽ അട്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നമ്മളിവിടെ ആയി പോകുന്നു. എന്നാൽ ഭഗവാന്റെ സേവനങ്ങൾ ചെയ്ത് ഭഗവാന്റെ തിരുനാമത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഭൗതികമായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. അല്ലാതെ രണ്ടും കൂടെ നമ്മൾ രണ്ട് തോണിയിലും കാലിടാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെയും എത്താൻ സാധിക്കില്ല. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതാണ് സനാതൻ ഗോസ്വാമിയുടെ ഈ ഒരു കഥയിലൂടെ ശിലപ്രഭാജി പറഞ്ഞു തരുന്നത്. അതാണ്, അതായത് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളും, ഒരുപാട് ആഗ്രഹങ്ങളും അതേപോലെ ആധ്യാത്മിക പുരോഗതിയും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അത് രണ്ടും നടക്കില്ല. അപ്പോൾ ഒരെണ്ണം നമ്മൾ മാറ്റിവെച്ചേ പറ്റൂ. ഇപ്പോൾ നമ്മളുടെ തീരുമാനമാണ്, ശാശ്വതമായിട്ടുള്ള റിസൾട്ട് വേണോ അതോ താൽക്കാലികമായിട്ടുള്ള എന്തെങ്കിലും വേണോ? താൽക്കാലികമായിട്ടുള്ള ഭൗതിക കാര്യങ്ങളിൽ നമ്മൾ ഭൗതിക ഫലങ്ങളുടെ പുറകിൽ ഓടുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വലത്തുനിന്നും ഇടത്തുനിന്നും മുമ്പെന്നും പുറകിൽ നിന്നൊക്കെ അടി കിട്ടുന്നു. പക്ഷേ അത് മാത്രമല്ല, കൂടുതൽ കൂടുതൽ നമ്മളിവിടെ ഈ ത്രിഗുണങ്ങളുടെ ഇടയിൽ പെട്ട് ഇരിക്കുന്നു. എങ്ങനെയാണോ ഒരു ചിലന്തി വലയിൽ ഒരു പ്രാണി പെടുന്നത്, അതിന് രക്ഷപ്പെടാൻ സാധിക്കില്ല. അതേപോലെ നമ്മളും പെടുന്നു ഭൗതികതയുടെ ചിലന്തി വലയിൽ. അപ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് മനുഷ്യരെ സംബന്ധിച്ച്, മനുഷ്യജന്മം കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ നിന്ന്, അതായത് ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെടണം നമ്മൾ. മനുഷ്യജന്മത്തെ സാധിക്കുകയുള്ളൂ. മനുഷ്യജന്മം കൊണ്ടാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഭഗവാന്റെ ലോകത്തേക്ക് പോകാൻ അല്ലെങ്കിൽ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. മറ്റുള്ളതെല്ലാം ആവശ്യമില്ലാത്തതാണ്. പിന്നെ ശിലപ്രഭാജി വേറെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ആവശ്യമില്ലാത്ത ലിപ്സ്റ്റിക്കിൻ്റെ ഉദാഹരണവും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ പൈസ ചിലവാക്കുന്നു, ആവശ്യമില്ലാത്ത ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ഒരുപാട് അതിൽ ശ്രദ്ധ കൊടുക്കുന്നു. നമ്മുടെ സമയവും നമ്മുടെ എനർജി, നമ്മുടെ ഊർജവും പൈസയും എല്ലാം നമ്മൾ അതിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭഗവത് സേവനങ്ങൾ ചെയ്യുവാനും നാമം ജപിക്കുവാനുമുള്ള സമയം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ജന്മത്തിലെ നമുക്ക് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ സുകൃതി കൊണ്ട് കിട്ടിയിട്ടുള്ള മനുഷ്യജന്മമാണ്. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. അതാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ശ്രദ്ധിക്കണം. ഭഗവത് സേവനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, അല്ലാതെ വേറെ ഒന്നുമല്ല. മറ്റുള്ളതെല്ലാം താൽക്കാലികമാണ്. നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ് ഇതെല്ലാം. ഒരുപാട് പ്രാവശ്യം അനുഭവിച്ചിട്ടുണ്ട്. ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറകിൽ ഓടേണ്ട ആവശ്യമില്ല. ഭഗവാനെ അട്രാക്റ്റ് ചെയ്യുന്നത് ഭക്തി മാത്രമാണ്, വേറെ ഒന്നുമല്ല. വേറെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമുക്ക് അദ്ദേഹത്തെ കിട്ടണമെങ്കിൽ ഭക്തിയോടുകൂടി മാത്രമേ കാര്യമുള്ളൂ. ഭക്തി ഉണ്ടെങ്കിൽ യെസ്, ഭക്തി ഇല്ലെങ്കിൽ ഇവിടെ ഇരിക്കാം. അദ്ദേഹം ആകർഷിതനാവുന്നത് ഭക്തിയിൽ മാത്രമാണ്. ഭക്തിയ തുഷ്യതി കേവലം നച ഗുണേർ ഭക്തി പ്രിയോ മാധവ.
ഭഗവാന് ഭക്തി മാത്രമേ ആഗ്രഹമുള്ളൂ. ഭക്തിയോടുകൂടി, ശുദ്ധ ഭക്തിയോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ശുദ്ധഭക്തനാവാനുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ തീർച്ചയായിട്ടും അത് അംഗീകരിക്കുന്നു. അത് നമ്മളെ അക്സെപ്റ്റ് ചെയ്യും അദ്ദേഹം. അതാണ്. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. ക്ഷമിക്കുക, ഒരു ശ്ലോകം എടുക്കാൻ സാധിച്ചുള്ളൂ. ശ്ലോകം വലിയ ഭാവാർത്ഥമായിരുന്നു. ഭഗവാന്റെ കാരുണ്യമുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ബാക്കി തുടരാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം की जय, जगद्गुरु शिला प्रभुपाद की जय. वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. अनंतकोटि वैष्णववृंद की जय. श्रीला प्रभुपाद की जय. पिता गौर प्रेमानंदे. हरे कृष्ण.